ഓക്കെ, നമ്മൾ ഇന്ന് നോക്കാനായിട്ടുള്ളതെന്ന് വെച്ചാൽ ചാപ്റ്റർ 5 ആണ്. അപ്പം ചാപ്റ്റർ 5ൽ എന്താ പഠിക്കേണ്ടതെന്ന് ചോദിച്ചാൽ സൊസൈറ്റി, അസോസിയേഷൻസ്, എങ്ങനെയുള്ള അതിന്റെ മീനിങ്ങും ക്യാരക്ടറിസ്റ്റിക്സും വേറെ ഒന്നും പഠിക്കണ്ട. അപ്പൊ സൊസൈറ്റി എന്തോന്നാണെന്ന്, കമ്മ്യൂണിറ്റി എന്തോന്നാണ്, അതേപോലെ തന്നെ അസോസിയേഷൻസ് എന്തോന്നാണ്, ഇതിന്റെയൊക്കെ എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ്, അതിന്റെ ഫീച്ചേഴ്സ് മാത്രം നോക്കിയിട്ട് പോയാൽ മതി. കാരണം നമുക്ക് സമയം ഒട്ടുമില്ല. അപ്പം നോക്കിയിട്ട് പോയാൽ മതി. ഒന്നാമത് വരുന്ന സൊസൈറ്റി. എന്താണ് സൊസൈറ്റി? സൊസൈറ്റി എന്ന് വെച്ചാൽ എന്തോന്നാണ്? ഒരു സോഷ്യൽ ഗ്രൂപ്പാണ്. ഈ സോഷ്യൽ ഗ്രൂപ്പ് എന്താ ചെയ്യുന്നത്? നമ്മുടെ ഹ്യൂമൻസിനെ പറ്റിയിട്ട്, അവരുടെ ബിഹേവിയേഴ്സിനെ പറ്റിയിട്ട് പഠിക്കുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരു സോഷ്യൽ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സൊസൈറ്റി എന്ന് പറയുന്നത്. ഈ സൊസൈറ്റി എന്താ ചെയ്യുന്നത്? ഇവരെന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽസിന്റെ റിലേഷൻഷിപ്പിനെയും അതേപോലെ തന്നെ എന്താ ഇൻഡിവിജ്വൽസിന്റെ ബിഹേവിയേഴ്സിനെയും അതേപോലെ തന്നെ അങ്ങനെയുള്ള ഒരു സോഷ്യലി ഉള്ള ആളുകളുടെ കാര്യങ്ങളെ പറ്റി പഠിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഇത്. ഹ്യൂമൻസിന്റെ, അതായത് ഹ്യൂമൻസ് ഒരു സൊസൈറ്റിയിൽ എങ്ങനെയാണ് എന്നുള്ളതിനെയൊക്കെ പഠിക്കുന്ന ഒരു ശാഖയാണ് നമ്മുടെ സൊസൈറ്റി എന്ന് പറയുന്നത്. സോഷ്യൽ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സൊസൈറ്റി എന്ന് പറയുന്നത്. ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ഫീച്ചേഴ്സ് വരുന്നത് എന്താണ്? ഇറ്റ് കൺസിസ്റ്റ് പീപ്പിൾ. നമ്മൾ പറഞ്ഞു സൊസൈറ്റിയിൽ എന്താ വരുന്നത്? പീപ്പിൾ, ആളുകൾ മാത്രമാണ് അതിനകത്ത് വരുന്നത്. അതേപോലെ തന്നെ എന്താണ് ഇതെന്ന് വെച്ചാൽ ഒരു ലാർജ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ഗ്രൂപ്പാണ്. അതായത് ഒരു സൊസൈറ്റി എന്ന് പറയുമ്പോൾ കുറെ അധികം ആളുകൾ ഉണ്ടായാൽ മാത്രമേ എന്താകത്തുള്ളൂ, അതൊരു സൊസൈറ്റി ആകത്തുള്ളൂ. പിന്നെ അടുത്ത് എന്താ പറയുന്നത്? ഈ സൊസൈറ്റിയിൽ അവിടെയുള്ള മെമ്പേഴ്സിന്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ് എല്ലാം എന്ത് ചെയ്യുന്നു കൊടുക്കുന്നുണ്ട്? സാറ്റിസ്ഫൈ ചെയ്തും കൊടുക്കുന്നുണ്ട്. അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് സൊസൈറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഹ്യൂമൻ ഗ്രൂപ്പാണ്, അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ആണ്. ആ ഹ്യൂമൻസിന്റെ ഒരു കൂട്ടം ആളുകളെ സ്വഭാവത്തെ പറ്റും അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പറ്റിയിട്ടും പഠിക്കുന്ന ഒരു മേഖലയാണ് നമ്മുടെ സൊസൈറ്റി എന്ന് പറയുന്നത്. ഇതിൽ എന്താണ് ആളുകൾ ഉണ്ട്, അതേപോലെ തന്നെ ലാർജ് ആയിട്ടുള്ള ഗ്രൂപ്പ്സ് ആയിരിക്കും. ഇത് എന്താ ചെയ്യുന്നത്? ആളുകളുടെ നീഡ്സ് ആൻഡ് വാണ്ട്സിനെ എല്ലാം എന്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട്? സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിനാണ് നമ്മൾ സൊസൈറ്റി എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനായിട്ടുള്ള കമ്മ്യൂണിറ്റി. എന്താ കമ്മ്യൂണിറ്റി? കമ്മ്യൂണിറ്റി ലൈക്ക് ഒരു ജോഗ്രഫിക്കൽ ഏരിയയിൽ ഒരു കൂട്ടം ആളുകൾ ചേർന്ന് താമസിക്കുന്നതിനെയാണ് നമ്മൾ കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്നത്. അപ്പം അവരെന്ന് പറയുമ്പോൾ ഒരേ രീതിയിലുള്ള ട്രഡീഷൻസും ഒരേ രീതിയിലുള്ള ആചാരങ്ങളും ഒരേ രീതിയിലുള്ള അനുഷ്ഠാനങ്ങളും ഒരേ രീതിയിലുള്ള ആഹാര രീതികളുമായിട്ട് ഒരു കൂട്ടം ആളുകൾ ഒരു പ്രദേശത്ത് താമസിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്നത്. ഈ കമ്മ്യൂണിറ്റീസിന്റെ പ്രത്യേകത എന്താ? നമ്മൾ പറഞ്ഞു ഒരേപോലത്തെ രീതിയാണ് ഫോളോ ചെയ്യുന്നത്, ഒരേപോലെ രീതിയിൽ എല്ലാം ഷെയർ ചെയ്യുന്നുണ്ട്, ഒരേപോലെ രീതിയിൽ കോമൺ വാല്യൂസ് ഉണ്ട്, കോമൺ ആയിട്ടുള്ള റിലീജിയൻസ് ഉണ്ട്, എല്ലാം ഒരേപോലെ രീതിയിൽ പങ്കുചെയ്യുന്നതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനായിട്ടുള്ള അസോസിയേഷൻസ്. അസോസിയേഷൻസ് എന്ന് വെച്ചാൽ രണ്ടോ അതിലധികമോ ആളുകൾ തമ്മിൽ രൂപീകരിക്കുന്നതാണ് അസോസിയേഷൻസ് എന്ന് പറയുന്നത്. ഇവർക്ക് എന്തുണ്ടായിരിക്കും? മെയിൻ ആയിട്ട് അവർ എന്തിനാണോ ഒരു അസോസിയേഷൻ രൂപീകരിക്കുന്നത് അതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള എയിം ഉണ്ടായിരിക്കും. മെയിൻ ആയിട്ടുള്ള ഒരു എയിമോട് കൂടി രൂപീകരിക്കുന്ന ഒന്നാണ് നമ്മളെ അസോസിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവരുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരിക്കും? നമ്മൾ പറഞ്ഞു ഒരു ഗോൾ ഉണ്ടായിരിക്കും. അതായത് മെമ്പേഴ്സ് എന്ന് വെച്ചാൽ ഓപ്ഷണൽ ആയിരിക്കും. അതായത് ഈ ഒരു ഇപ്പൊ ഞാനൊരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡിങ്കൻ ഫാൻസ് എന്ന് പറഞ്ഞ ഒരു അസോസിയേഷൻ ഞാൻ സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ ഡിങ്കനെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? അതിനകത്തേക്ക് വരാനായിട്ട് പറ്റത്തുള്ളൂ. അതേപോലെ തന്നെ എന്താണ്, നമുക്കൊരു ഗോൾ ഉണ്ടായിരിക്കും. മാക്സ് ഡിങ്കനെ പറ്റിയിട്ടുള്ള പ്രൊമോഷൻസ് ഒക്കെ നടക്കുക, അതാണ് എന്റെ മാക്സിമം ഒരു ഗോൾ എന്ന് പറയുന്നത്. ഒരു ഫോർമൽ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനും ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ അസോസിയേഷൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ന് പറയുന്നത് ഈ ഒരു ചാപ്റ്ററിൽ നോക്കാനായിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നോക്കാനായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇത് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ എന്താണ് പഠിക്കേണ്ടതെന്ന് വെച്ചാൽ എന്താണ് സൊസൈറ്റി, അതിന്റെ ഫീച്ചേഴ്സ് എന്താണ്, എന്താണ് കമ്മ്യൂണിറ്റി, അതിന്റെ ഫീച്ചേഴ്സ് എന്തോന്നൊക്കെയാണ്, എന്താണ് അസോസിയേഷൻസ്, അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ മാത്രം മതി നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് മെയിൻ ആയിട്ട് നോക്കാനായിട്ട് ഉള്ളത്.